മഞ്ഞ വീഡിയോയിൽ ഇന്ന് കുറച്ച് കണ്ടോ നമ്മുടെ മാംഗോസ്റ്റിൻ ഇങ്ങനെ മുറിച്ച് കണ്ടോ, ഇങ്ങനെയാണ് ഇത് മുറിക്കുന്നത്. ഇത് മുറിച്ചാൽ ഇതിൻ്റെ ഈ അകത്തെ പൾപ്പ്, ഈ വെളുത്ത പൾപ്പ് നമുക്കതെടുത്ത് ഭക്ഷിക്കാം. ഇത് നല്ല ഭക്ഷ്യയോഗ്യമായ ഒരു ഫുഡാണ്. പിന്നെ ഇതിൻ്റെ ഈ അകത്തെ പൾപ്പുണ്ടല്ലോ, ഈ തോടിൻ്റെ അകത്തെ പൾപ്പ് ഈ റിൻഡ് മാത്രം വെച്ചോണ്ട് ചിരണ്ടി എടുക്കണം. ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഇത് മുഴുവനും ഇങ്ങനെ ഇളക്കിയെടുത്ത് ഏറ്റവും പുറത്ത് ഈ കരിന്തൊലി മാത്രം കളയണം. ബാക്കിയുള്ളതെല്ലാം ചിരണ്ടിയെടുക്കാം. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഫംഗലാണ്. അങ്ങനെ ഏറ്റവും നല്ലൊരു കോഫി അല്ലെങ്കിൽ ടീ ഉണ്ടാക്കാം ഇതുകൊണ്ട്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഈ അതിൻ്റെ അകത്തെ ആ പൾപ്പുണ്ടല്ലോ, ആ ഈ റിൻഡ് അങ്ങ് മാറ്റിയിട്ട് ആ പൾപ്പ് മുഴുവനായിട്ടെടുത്ത് വെയിലത്ത് വെച്ച് ഉണങ്ങണം. നന്നായിട്ട് ഉണങ്ങിയിട്ട് പൊടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയാലും മതി. പിന്നെ എന്താ ചെയ്യേണ്ടത്, വെള്ളം തിളപ്പിച്ചിട്ട് ഇത് വെള്ളത്തിലോട്ട് എടുത്തിടുക. എന്നിട്ട് ഒരു മിനിറ്റ് തിളപ്പിച്ചിട്ട് അത് ഊറ്റിയെടുത്ത് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലൈം ജ്യൂസോ അല്ലെങ്കിൽ തേനോ ചേർത്ത് കുടിക്കാം. ഒരുപാട് നല്ലതാണ്. വയറിന് വരുന്ന എല്ലാ ഡിസോർഡറിനും വയറ്റിലെ അസുഖത്തിനും ഒക്കെ നല്ല മരുന്നാണ് ഈ ടീ, അതായത് ഈ മാംഗോസ്റ്റിൻ ടീ. മാംഗോസ്റ്റിൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ റിൻഡിൽ നിന്നുണ്ടാക്കുന്നതാണ് മാംഗോസ്റ്റിൻ ടീ. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അധികം പേര് ഇത് ചെയ്യുന്നില്ല. പക്ഷേ പുറത്ത് പല സ്ഥലത്തും, അതായത് നമ്മുടെ ബാലിയിലൊക്കെ മാംഗോസ്റ്റിൻ ടീ പാക്കറ്റായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഞാനിതിങ്ങനെ ഉണ്ടാക്കി വയറ്റിലെന്തെങ്കിലും അസ്വസ്ഥതയുള്ളപ്പോൾ കഴിക്കാൻ വേണ്ടി ഉണക്കി കുപ്പിക്കകത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ബാലിയിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ ഇന്നലത്തെ വീഡിയോ കാണിച്ചില്ലേ അത്.